അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഷാബാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും നമ്മളിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇനി പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട റമളാൻ ഷരീഫ് നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുന്നു. വെറും 13 ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിൽ റമളാനിലുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എന്തൊക്കെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് റെഡിയാകാൻ പറ്റുമോ, നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ച് നല്ല രൂപത്തിലേക്ക് ആക്കിയിട്ട് റമളാനിനെ വരവേൽക്കാൻ ശ്രമിക്കുക. നാഥന തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റമളാനിലെ മുഴുവൻ നോമ്പുകൾ എടുക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റമളാൻ കഴിഞ്ഞു പോകാനും അടുത്തൊരു റമളാനിനെ വരവേൽക്കാൻ കഴിയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ക്വിസ് മത്സരത്തിൻ്റെ കാര്യം സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്നലെ മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. എന്നാലും ഒരു റീമൈനിങ് എന്നുള്ള നിലക്കാണ് അങ്ങനത്തെ ഒരു പദ്ധതി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിലേക്ക് പോകാം. നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ആരെയും ഭാഗത്ത് നിൽക്കാതെ പോകുന്നവരും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ്. സാധാരണ നൂറെ ഹബീബ് തങ്ങളെ കുറ്റം മാത്രം പറയാനുള്ളൊരു ചാനലിൽ 2 ദിവസം മുമ്പ് നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി മുതൽ ചിലപ്പോൾ നല്ല രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടികളും സപ്പോർട്ടുകളൊക്കെ വരിക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മാത്രമല്ല, ചിലപ്പോൾ ആ വീഡിയോ കണ്ട നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഇന്നലെ അതേ ചാനലിൽ വേറെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നോർമലായിട്ട് നമുക്ക് തന്നെ നിയന്ത്രണം വിട്ടു പോകുന്നൊരു സിറ്റുവേഷനിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് തോന്നുക, നമുക്ക് പിടിച്ചു നിർത്താനാവാത്ത സങ്കടങ്ങൾ വരുമ്പോൾ. കാരണം മറ്റൊന്നുമല്ല, ഈ സഹോദരൻ സാധാരണയായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ആക്ഷേപമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരിക്കലും അയാളെ കുറ്റം പറയുന്നില്ല. കാരണം അയാളുടെ കണ്ടന്റ് ആ രൂപത്തിലാക്കി ചെയ്യുന്നതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ നമുക്കത് പറയാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അയാൾ ഇഷ്ടം പോലെ അയാൾ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി പഠിച്ചവൻ്റെ ഭാഗത്തെത്തുമ്പോൾ അതിനുള്ള എന്താണോ അത് പഠിച്ചവൻ അതിന് കൂലി കൊടുക്കും. ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അതിന് കുറ്റം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ആ പറഞ്ഞതിലുള്ള ചില വാക്കുകളാണ് എന്നെ വേദനിപ്പിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നൂറെ ഹബീബ് തങ്ങളെ വിഷയം പറഞ്ഞിട്ടാണ് അതിൽ തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ട്രോളന്മാർ യൂസ് ചെയ്തിട്ടുള്ള 1-2 ഉസ്താദുമാരുടെ ക്ലിപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പിൽ പറയുന്ന ഒന്ന് നമ്മൾ കേട്ടാലും ചിരിച്ചു പോകുന്ന രൂപത്തിലുള്ളൊരു ട്രോളാണ് അതിലൊരു ഉസ്താദിൻ്റെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ട്രോള് ഉണ്ടാക്കിയ ആൾ ട്രോള് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ രൂപത്തിലുള്ള ക്ലിപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് ട്രോളുകൾ ക്രിയേറ്റ് ചെയ്യുക. നോർമലി ഒരു ട്രോളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ട്രോളിൽ ചിലപ്പോൾ ഒരു 20-30 ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് വെറും 2-3 മിനിറ്റുള്ള ട്രോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അഥവാ ട്രോളന്മാർ അവർ കോമഡി ഉദ്ദേശിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്ന ചില ഭാഗങ്ങൾ കുറേ കൂടി ചേർത്തിട്ടാണ് ട്രോൾ വീഡിയോസ് ഉണ്ടാക്കുക. അതിലുള്ളൊരു വീഡിയോ കട്ട് ചെയ്തിട്ട് വെറും സെക്കൻഡുകൾ, 5 സെക്കൻഡ് തികച്ചുണ്ടോ എന്നറിയില്ല, അത്രയും കുറഞ്ഞ സെക്കൻഡുള്ള ഒരു വീഡിയോ, ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉസ്താദിനെ വിലയിരുത്തുകയാണ്. സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് പരിപാടിയോ അല്ലെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയതുള്ളൊരു വീഡിയോ ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് എന്താ പറഞ്ഞത്, അവസാനം എന്താ പറഞ്ഞത്, അതിലെന്തായിരുന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പോലും അറിയാതെ ചെറിയൊരു സെക്കൻഡുകൾ മാത്രമുള്ള ക്ലിപ്പ് എടുത്തുകൊണ്ട് അതിനെ വിലയിരുത്തുക, അതിനെ റിയാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു ഉസ്താദിൻ്റെ കാര്യം, കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവത്തിൻ്റെ വിഷയം, അതും എടുത്തിട്ട് അതിൻ്റെ മുന്നും പിന്നെ എന്താ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ചില മുജാഹിദ് ആളുകളൊക്കെ ചിലപ്പോൾ കിതാബിലെ ഹദീസും അല്ലെങ്കിൽ ഖുർആൻ ആയത്തും ഓതിയിട്ട് അതിൻ്റെ അർത്ഥം മാറ്റി പറയുന്നതും അതേപോലെ തന്നെ ഹദീസിൽ തലയും പാലും ഒഴിവാക്കി നടു മാത്രം അവരുദ്ദേശിച്ച രൂപത്തിലേക്ക് പറയുന്നതൊക്കെ ആയിട്ടുള്ള പോലെയാണ് എനിക്കവിടെ ഫീൽ ചെയ്തത്. നോർമലി അതിനെ റിയാക്ട് ചെയ്യാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോൾ ചെയ്ത ആൾ പോട്ടെ, പക്ഷേ
ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മുന്നും പിന്നും, അത് ഇങ്ങനെ തന്നെയാണോ, അഥവാ ഇവർക്ക് ഇതിനെക്കുറിച്ച് വല്ല വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ എന്തോ വായിൽ തോന്നിയത് വിളിച്ച് പറയാണോ ഈ ഉസ്താദുമാർ എന്നുള്ളതെങ്കിലും ജസ്റ്റ് ചർച്ച ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിൻ്റെ പേരിൽ പിന്നെ എല്ലാ ഉസ്താദുമാരെയും കുറ്റം പറയുകയാണ് വീഡിയോയിൽ. അതുപുറം മാത്രമല്ല, ഈ തലയെക്കെട്ടുകാരാണ് ഇങ്ങനെ ഇസ്ലാമിനെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ തലയെക്കെട്ടുകാർ കുറേ ഉണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ തലയെക്കെട്ടാനായിട്ടുള്ള ഉസ്താദുമാർ തന്നെ നല്ല രൂപത്തിൽ പോകുന്നവരായിരിക്കും. എനിക്ക് കൂടുതലൊന്നും അറിയില്ല അവരെക്കുറിച്ച്. പക്ഷേ അങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് ഞാൻ എതിരാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതുമാത്രമല്ല, അതിൽ വളരെ മോശമായ രൂപത്തിലുള്ള അധിക്ഷേപങ്ങൾ പറയുന്നുണ്ട് ഉസ്താദുമാരുടെ പേരിൽ. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഖിൻസീറിൻ്റെ പേര് വരെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇതിലും വലിയ തെറികളുണ്ട്, ഞാൻ പറയണില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ പറഞ്ഞതിൻ്റെ എത്രയോ വലിയ തെറികളാണ്. അതിനെന്നെ നമ്മൾ ശരിക്ക് പഠിച്ച ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ശിക്ഷ എത്ര കാലം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനും ഒരു പുണ്യനായിട്ട് പറയില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. അതേപോലെ നൂറെ ഹബീബ് തങ്ങളെ പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ എന്ത് വിഷയങ്ങൾ പറയുമ്പോഴും പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ നൂറെ ഹബീബ് തങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവിടെ തെറ്റായ കാര്യങ്ങളിൽ ഉള്ള വിഷയങ്ങൾ കറക്റ്റ് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഭൂരിഭാഗം കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നൂറെ ഹബീബിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതേപോലെ ജസ്റ്റ് ഈ ഉസ്താദുമാരെ കുറ്റം പറഞ്ഞപ്പോൾ അവരെ കുറിച്ചൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ഉസ്താദിൻ്റെ വിഷയം പറഞ്ഞു, കുറേ അയാളെ അധിക്ഷേപിച്ച് എതിർത്ത്, അപ്പുറം ഇത് നൂറെ ഹബീബ് തങ്ങൾ അനുജനാണ്, നൂറെ ഹബീബ് തങ്ങളിൽ നിന്ന് കണ്ടു പഠിച്ചതാണ്. ഇത് വേറൊരു എന്താണ് ആറ്റോക തങ്ങളെ മോശമാക്കി കൊടുക്കുന്ന ഒരു പേരുണ്ട്, അത് വെച്ചിട്ടൊക്കെയാണ് എന്തായത് ഇതിൽ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് അവസാനം നൂറെ ഹബീബ് തങ്ങളൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥന വളരെ നല്ലൊരു പ്രാർത്ഥന, മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് വരുന്ന ഒരു പ്രാർത്ഥനയാണ്. അത്രയും ആളുകൾ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥന ആരതും പഠിച്ചോ സ്വീകരിക്കും. അത് ആരതാണ് സ്വീകരിക്കുക എന്നുള്ളത് ചിലപ്പോൾ പറയാൻ പറ്റൂല എന്നുള്ളത് പ്രത്യേകം ഈ സുഹൃത്ത് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ തോരുന്നാലും പഠിച്ചോ സ്വീകരിക്കും എന്നുള്ള രൂപത്തിൽ. അങ്ങനെ അവസാനത്തെ ഒരു 2-3 മിനിറ്റ് ഈ പറയുന്ന സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. അതിൽ പ്രാർത്ഥനയ്ക്ക് നല്ല ഉഷാറാണ്. പക്ഷേ അത് പ്രാർത്ഥനയുടെ രൂപത്തിൽ ചെയ്തതാണെങ്കിൽ അൽഹംദുലില്ലാ. ഇനി പ്രാർത്ഥന അത് ഇങ്ങനെ നിറാബിതങ്ങൾ ചെയ്തതിന് ശേഷം കളിയാക്കിയിട്ടാണ് ചെയ്തതെങ്കിൽ അതിന് വേറെ കുറ്റം കിട്ടും. പക്ഷെ ഞാൻ ഇങ്ങനെ അദ്ദേഹം കളിയാക്കിയാണ് പ്രാർത്ഥിച്ചത് എന്നല്ല ഇവിടെ പറയുന്നത്. പ്രാർത്ഥന ആരുതാ സ്വീകരിക്കാമെന്നും പഠിച്ചോൻ തീരുമാനിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹത്തിൽ നോർമലായിട്ട് പറയാറുണ്ട് ഒരു 40 ആളുള്ളൊരു കൂട്ടത്തിൽ ഒരു വലിയ ഉണ്ടാവുന്നതാണ്. അതേപോലെ ആ ഒരു സദസ്സിൽ 40 ആളെന്നല്ല നമ്മൾ കാണുന്നത്, 4000 ആൾ വരുന്ന രൂപത്തിലുള്ളൊരു സദസ്സാണത്. അപ്പോൾ അവിടെ എത്ര വലിയമാരാ ആ കാമ്യം അറിഞ്ഞിട്ടുണ്ടാവും, ആ രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാം. ഞാൻ അതിനുള്ള ലൈസൻസ് ഒന്നുമല്ല തരുന്നത്. അഥവാ ചിലപ്പോൾ കുറ്റം പറയാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കൊക്കെ കുറ്റം പറയാം. അത് അവരെ അഭിപ്രായമാണ്. അതിൻ്റെ ഫലം അവർ സ്വന്തമായിട്ട് ഏൽക്കേണ്ടതുമാണ്. ഒരിക്കലും അവസാനം വേറൊരാളും മേലേക്ക് കുറ്റം ചാർത്തിക്കൊണ്ടൊരിക്കലും അവർക്ക് ഈ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇനിയിപ്പോൾ അതിൽ സത്യമുണ്ടെങ്കിൽ പോലും നമ്മൾ നോർമലി പറയുന്ന വ്യക്തികളെ നേരിട്ട് പോയി കണ്ടോ ഫോണിലൂടെയോ സംസാരിച്ചു കൊണ്ട് ഉണർത്തണം. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ, ഇതൊക്കെ തെറ്റല്ലേ എന്ന രൂപത്തിൽ അവരെ ഉണർത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. ഒരിക്കലും ഒരാളെ പരസ്യമായി ആക്ഷേപിക്കുന്നതിന് ഇസ്ലാം അനുകൂലിക്കുന്നില്ല. എല്ലാം തികഞ്ഞ ഒരാളായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ചെറിയൊരു അറിവ് വെച്ചുകൊണ്ട് ചില വിഷയങ്ങളിൽ അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം, പല വീഡിയോകൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഇത്രയും മോശമായ ഖിൻസീർ എന്നൊക്കെ ഉസ്താദുമാരെ വിളിച്ച് ആക്ഷേപിക്കാനുള്ള രൂപത്തിൽ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ എല്ലാ വിഷയം ഉണ്ടാകുമ്പോഴും ഒരു വിഷയം കണ്ടാൽ ഒരു തങ്ങളെ വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ വേറൊരു ഉസ്താദിൻ്റെ വീഡിയോ അതിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിലെ ക്ലിപ്പ് മാത്രം എടുത്ത് പുതിയ നൂറെ ഹബീബ് തങ്ങൾക്ക് പുതിയ അനിയൻ വന്നു, പുതിയ ജ്യേഷ്ഠൻ വന്നു, ഈ രൂപത്തിൽ പലതിലും അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ആക്ഷേപത്തിൻ്റെ ഭാഗമാണ്. നാഥൻ എല്ലാവരുടെയും മനസ്സ് നന്നാക്കി തരട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്.
കണ്ടന്റ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാന്നുള്ള. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. നാഥൻ സ്വീകരിക്കട്ടെ. എന്നിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ്, അള്ളാഹു അത് തെറ്റ് തിരുത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.